ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിംപിൾ സ്റ്റോറീസ്. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൽ റെസിപ്പി ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണാൻ ശ്രമിക്കണേ. പുതിയ വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനൊന്നും മറന്നു പോവല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ. ഇന്നും ഞാൻ പതിവ് പോലെ തന്നെ കിച്ചണിൽ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ അതാ പുട്ട് ചുട്ടെടുക്കാൻ പോവുകയാണ്. ഇന്ന് പുട്ടും കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ പുട്ടിൻ്റെ പൊടി എന്ന് പറഞ്ഞാൽ അജ്മി പുട്ടുപൊടിയൊന്നും അല്ല കേട്ടോ. അത് വാക്ക് ഇവിടെ നാട്ടിലുള്ള എന്നൊക്കെ കൊണ്ടുവന്നിരുന്നു. ഇപ്പോൾ അതിന് ശേഷം ഞാൻ പുട്ടുപൊടി വാങ്ങിക്കാറേ ഇല്ല. ഇന്ന് എന്ന് പറഞ്ഞാൽ പച്ചരി പൊടി കൊണ്ടും പുട്ടുണ്ടാക്കലുണ്ട്. ആ ഒരു മണിപ്പുട്ട് അത് ബീഫ് കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഇന്ന് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ചോറ്റരി ഉണ്ടല്ലോ, അത് കുതിർത്തിട്ട് അത് വെച്ചിട്ടുള്ള പുട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ പുട്ടിൽ തേങ്ങയൊന്നും ഇടാറില്ല. എനിക്ക് വലിയ താല്പര്യമില്ല ആ തേങ്ങ അങ്ങനെ കടിക്കണത്. എന്തോ പുട്ടിൽ അല്ലാത്ത സാധനങ്ങളിലൊക്കെ ഓക്കെ, പക്ഷെ പുട്ടിൽ എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ തേങ്ങയും കിട്ടൽ 4-5 മാസമൊക്കെ കൂടുമ്പോൾ ഒരു 10-20 തേങ്ങ, അല്ലെങ്കിൽ കൂടിപ്പോൾ ഒരു 10-30 തേങ്ങയൊക്കെ കിട്ടാറുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ പുറത്തുനിന്ന് തേങ്ങ വാങ്ങിക്കലാണ്. അപ്പോൾ ഇപ്പോൾ നല്ല റേറ്റ് ആണല്ലോ തേങ്ങക്ക്, അതുകൊണ്ടും പിന്നെ അങ്ങനെ ഇഷ്ടമില്ലാത്ത നന്നായി എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ മക്കൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അവർ പുട്ട് എടുക്കുമ്പോൾ ആദ്യം തേങ്ങയാണ് അവർ വാരിയിടൽ. അപ്പോൾ അങ്ങനെ ആ പുട്ടൊക്കെ ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഇന്നത്തേക്ക് എന്ന് പറഞ്ഞാൽ ഉച്ചക്കത്തെ ലഞ്ചിന് മോന് ചോറൊക്കെ കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ ഞാൻ ചിരങ്ങ താളിപ്പും 2 കൂട്ടാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത്. രാവിലെ പെട്ടെന്നൊക്കെ പോകേണ്ട ആവശ്യം ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെ കറി, ഉപ്പേരി, പപ്പടം, മീൻപൊരി അങ്ങനെ ഒന്നുമല്ല, 2 എണ്ണം. അത് നമുക്ക് ഒരു എരിവും പുളിയും രുചിയൊക്കെ ഉള്ള രീതിയിൽ ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണ് എടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ചിരങ്ങ താളിപ്പും കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഫ്രൈ അവർക്ക് മക്കൾക്ക് നല്ല ഇഷ്ടമാണ് കോളിഫ്ലവർ ഫ്രൈ. അപ്പോൾ അത് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനൊക്കെ ഉള്ള ഇതൊക്കെ കട്ട് ചെയ്ത് കോളിഫ്ലവറൊക്കെ കട്ട് ചെയ്തിട്ട് ചിരങ്ങ തൊലി കളഞ്ഞിട്ടൊക്കെ നുറുക്കിയെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പുട്ടും ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കടല ഇതാ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ നോർമൽ കടലക്കറിയാണ്. ഇതും ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറി ആയതുകൊണ്ട് ഈ രീതിയിൽ ഉണ്ടാക്കിയതിട്ടാണ്. അല്ലെങ്കിൽ കടലക്കറി നല്ല ടേസ്റ്റിലൊക്കെ ഉണ്ടാക്കുന്ന റെസിപ്പി എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഇല്ല, കടലക്കറി ഞാൻ അപ്ലോഡ് ആക്കിയിട്ടില്ല എന്നാണ് തോന്നുന്നത് കേട്ടോ. അങ്ങനെ ഇതാ കോളിഫ്ലവറൊക്കെ അടർത്തി മാറ്റി നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചിരങ്ങ ഒന്ന് തൊലി കളഞ്ഞെടുക്കണം. പിന്നെ കോളിഫ്ലവർ ഒന്ന് തിളപ്പിച്ച് ഊറ്റിയെടുക്കണം കേട്ടോ. അതിൽ നല്ലോണം വിഷാംശം ഉള്ളൊരു സാധനമാണ് കോളിഫ്ലവർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ പുട്ട് അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റിയിട്ട് ചിരങ്ങ നുറുക്കിയെടുത്തു. പിന്നെ കോളിഫ്ലവർ തിളപ്പിച്ച് ഊറ്റി അതും വാങ്ങി വെച്ചു. ചെറിയൊരു കോളിഫ്ലവറാണ് കേട്ടോ ഇത്. പിന്നെ ഒരു നേരത്തിനല്ലേ പറ്റുള്ളൂ, രാത്രിക്ക് പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും ഉണ്ടാക്കണം. അങ്ങനെ വെന്ത കടലക്കറി ഇനിയും തൂമ്പിച്ചെടുക്കാനുണ്ട്. പിന്നെ കടലക്കറി ആദ്യമൊക്കെ വലിയ ടേസ്റ്റ് കേട്ടോ ഈ ഒരു കാപ്പിക്കടലേൻ്റെ കറി. ഇപ്പം എന്താണെന്ന് അറിയൂല, പീങ്ങി കടുക് വറുത്താൽ തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു ആദ്യമൊക്കെ. പിന്നെ ഫസ്റ്റ് ക്വാളിറ്റി അല്ലാത്തതുകൊണ്ടാണോ എന്ന് അറിയൂല കേട്ടോ. അങ്ങനെ അടുപ്പത്ത് ചിരങ്ങ വേവിക്കാനും വെച്ചു. പിന്നെ ഒരടുപ്പത്ത് ചോറും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഞാൻ എങ്ങനെയാണ് കോളിഫ്ലവർ ഫ്രൈ ചെയ്യണതെന്നൊന്ന് കണ്ടു നോക്കട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കോളിഫ്ലവർ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് ഊറ്റിയെടുത്തതാണ്, നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്കൊരു 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, നമുക്ക് കളറിനും എരിവിനും ആവശ്യത്തിന് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പെരുംജീരകം, കറിവേപ്പിൻ്റെ ഇലയും കൂടെ ചതച്ചെടുത്തൊരു കൂട്ടുണ്ട് കേട്ടോ, അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാതെ വെച്ചാൽ ഞാൻ ഇതിലൊക്കെ ഒരു മസാല കുറച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിന് അനുസരിച്ച് മസാല കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ അളവിലും വ്യത്യാസം വരും കേട്ടോ, അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ് നമ്മൾ എപ്പോഴും ഇടുമ്പോൾ നമ്മൾ സാധാരണ ഇട്ട് കൊടുക്കണമെങ്കിലും കുറച്ചൊന്ന് കൂട്ടിയിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പൊടികളൊക്കെ ചേർത്ത് വരുമ്പോൾ ആ ഒരു മസാലയിൽ ഉപ്പ് കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ കോളിഫ്ലവർ അടർത്തി മാറ്റി ഊറ്റി വെച്ചതുണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇതൊരു കുറച്ച് സമയം വെക്കാൻ പറ്റിയെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ, നല്ലോണം മസാല പൊടിച്ച് വരും. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പെട്ടെന്ന് ഉണ്ടാക്കണതുകൊണ്ട് അങ്ങനെ അധികം വെക്കണമൊന്നുമില്ല. അങ്ങനെ ഓയിൽ ഒഴിച്ച് ഒരു ചട്ടി ചൂടാക്കി എടുത്തിട്ട് ഓയിൽ ഒഴിച്ചിട്ട്, അതൊക്കെ നിങ്ങൾക്ക് അറിയണതാണല്ലോ, ഇത് ഞാൻ പറയുന്നേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോ പിടി കോളിഫ്ലവർ എടുത്തിട്ട് എണ്ണയിലിട്ട് കൊടുത്തിട്ട് നമുക്ക് വറുത്ത് കോരാം. അപ്പോൾ പാകം നോക്കി നല്ലോണം ഒരുപാട് മൂത്ത് പോകണ്ട, എന്നാൽ പാകത്തിനായി ചെയ്തോട്ടാണ് ആ ഒരു രീതിയിൽ വറുത്ത് കോരിയതിന് ശേഷം
നമുക്ക് ഒരു പാത്രത്തിലിട്ട് ചൂട് പോയതിന് ശേഷം അടച്ച് വെക്കട്ടെ. അല്ലെങ്കിൽ പറ്റ തണുത്താൽ വലിയൊരു ടേസ്റ്റ് കാണില്ല. നമ്മൾ ഈ ഫ്രൈ ചെയ്യുന്ന എല്ലാ സാധനങ്ങളും അങ്ങനെ തന്നെയാണല്ലോ. അങ്ങനെ അതിനുശേഷം ഞാനിതാ ചിരങ്ങയൊക്കെ കടുവറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് മോൾ മദ്രസ വിട്ടുന്നത്. അപ്പോൾ ആ സമയത്ത് അവൾക്ക് ഇന്ന് കോളിഫ്ലവർ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് അതും പാത്രത്തിലാക്കി കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ബാക്കിയുള്ളതും കൂടെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു കോളിഫ്ലവർ ഫ്രൈ ആണിത്. ഇതിൽ വേറെ മസാലയൊക്കെ ചേർത്തിട്ട് പലരും ഉണ്ടാക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ വീട്ടിൽ നമുക്ക് കിട്ടാവുന്ന മസാല വെച്ചിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു കുഴപ്പമില്ല, ടേസ്റ്റിന് യാതൊരു വ്യത്യാസവും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഓരോരുത്തർ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ മസാല ഇടുന്നതിനനുസരിച്ച് ആ ഒരു രുചി വ്യത്യാസമാണ്. പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്, ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ പപ്പടവും കൂടെ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. എന്താണെന്നറിയില്ല, വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മറന്നു പോകുന്നതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ലൈക്ക് ചെയ്യാതെ പോകരുത് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, യൂട്യൂബിൽ നല്ല വാല്യൂ ഉണ്ട് നിങ്ങളുടെ ലൈക്കിനും കമൻറ്റിനും സബ്സ്ക്രൈബിനും എന്നൊക്കെ. അപ്പോൾ ഒരിക്കലും മറക്കാതിരിക്കാനൊന്ന് ശ്രമിക്കുക. ഒരുപാട് കൂട്ടുകാർക്ക് ലൈക്ക് ചെയ്യാൻ എന്തോ മടിയാണ്, വീഡിയോ കണ്ടിട്ട് ജസ്റ്റ് അപ്പോൾ ഒരു പക്ഷേ കാണുന്നില്ലായിരിക്കും, അതുകൊണ്ടാണ് അങ്ങനെ വരാൻ സാധ്യത ഒരു പക്ഷേ. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെന്നായാലും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലോ എന്ത് വീഡിയോ ആണ് ചെയ്യേണ്ടത് എന്നുള്ളതോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എന്താണ് ഇഷ്ടം എന്നുള്ളതോ എനിക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.